യേശുക്രിസ്തുവിനെ അറിയുക നിമിത്തം ലഭ്യമായത് സംബന്ധിച്ചുള്ള അനേക സാക്ഷ്യങ്ങൾ നാം ധാരാളമായി കേൾക്കുന്നുണ്ട്. മറ്റേത് കാലഘട്ടത്തെക്കാളും യേശുക്രിസ്തുവിനെ അറിഞ്ഞത് സംബന്ധിച്ചും യേശുക്രിസ്തുവിന് ലഭിച്ചത് സംബന്ധിച്ചുമുള്ള സാക്ഷ്യങ്ങൾ ധാരാളമായി നാം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആളുകൾക്ക് എന്ത് ലഭിക്കുന്നു, എന്ത് ലഭിക്കാതെ പോകുന്നു, ഈ കാര്യങ്ങൾ ഒരു ചർച്ചാ വിഷയം ആക്കുകയല്ല ഞാനിന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ അനിപേക്ഷണീയമായും യേശുക്രിസ്തുവിനെ അറിയ നിമിത്തം നിങ്ങൾക്ക് ലഭ്യമായി എന്നുള്ള ഒരു കാര്യം സംബന്ധിച്ചുള്ള സാക്ഷ്യം അനിവാര്യമാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് സാക്ഷിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ഒരു കാര്യം സംബന്ധിച്ച് അനിപേക്ഷണീയമായി അവരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ടായിരിക്കണം. Knowing Christ, I have received a brand new life. യേശുക്രിസ്തുവിനെ അറിയ നിമിത്തം എനിക്ക് തീർത്തും പുത്തനായിട്ടുള്ള ഒരു ജീവിതം ലഭ്യമായി. ഇന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിനെ അറിയ നിമിത്തം നിങ്ങൾക്ക് എന്തൊക്കെ ലഭ്യമായി എന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചറിയുവാൻ ഇച്ഛിക്കുന്നില്ല. പലർക്ക് ലഭ്യമായത് മറ്റു പലർക്ക് ലഭ്യമായില്ല എന്ന് വരും. എന്നാൽ സുപ്രധാനമായും യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞു എന്നുള്ള സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായും ഈ സാക്ഷ്യം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുത്തൻ ജീവിതം നൽകി. Christ has come to give us a new brand life. Brand new life. പുതുപുത്തൻ ഒരു ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. മനുഷ്യ ജീവിതങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. മനുഷ്യ ജീവിതങ്ങളുടെ അടിസ്ഥാന പ്രശ്നം സമ്പത്തല്ല, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമല്ല, രോഗത്തിൻ്റെ പ്രശ്നമല്ല, ഈ ലോക ജീവിതത്തിലെ പരിമിതികളുടെ പ്രശ്നമല്ല. മനുഷ്യ ജീവിതത്തിന് അതിൽ തന്നെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരവുമായിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ഈ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആ പുതിയ ജീവിതത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി ദൈവസന്നിധിയിൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, you have entered a genuine Christianity. അർത്ഥപൂർണമായിരിക്കുന്ന, യാഥാർത്ഥ്യമുള്ള, ധനിയായിരിക്കുന്ന, നിർവ്യാജമായിരിക്കുന്ന ക്രിസ്തീയതയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വീണ്ടും ജന്മമുഖാന്തരം ഈ പുത്തൻ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ പുത്തൻ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുക വഴി ആ പുതിയ ജീവിതത്തോട് ചേർന്ന് പോകേണ്ട അവിഭാജ്യമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ പുത്തൻ ജീവിതത്തോട് മാറ്റമില്ലാതെ ചേർന്ന് പോകേണ്ട, തുടർമാനമായി പോകേണ്ട, അതിൻ്റെ ഘടകമായി തീരേണ്ട സുപ്രധാനമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം the essential constituents of your new life. നിങ്ങളുടെ പുത്തൻ ജീവിതത്തിൻ്റെ അനുപേക്ഷണീയ ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ
ഒന്നുകിൽ നിങ്ങളോടൊപ്പം കാണും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾ കൈവിട്ടു പോയിരിക്കാം. ഇന്ന് ഈ വചന കേൾവിയുടെ സമയത്ത് നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ഉണർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിലെ പുതിയ ജീവിതം മുഖാന്തരം നിങ്ങളോടൊപ്പം രാത്രിയിലും പകലും, ഊണിലും ഉറക്കത്തിലും തുടർമാനമായി കൈവിടപ്പെടാതെ നിങ്ങളോടൊപ്പം നിരന്തരം ഉണ്ടായിരിക്കേണ്ട 2-3 ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രസ്താവിക്കുന്നത്. യേശുക്രിസ്തു വരിക നിമിത്തം നമുക്ക് ലഭ്യമായി തീരേണ്ട ആദ്യത്തെ ഘടകത്തെക്കുറിച്ച് ഞാൻ പ്രസ്താവിക്കട്ടെ. നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നു. A man be in Christ. ഒരുവൻ ക്രിസ്തുവിലായാൽ he is a new creation. അവനൊരു പുത്തൻ സൃഷ്ടിയാണ്. നമുക്ക് നമ്മുടെ സ്വാഭാവിക മനസ്സിൽ ഇത് ഗ്രഹിക്കുക എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അനേക നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, സാക്ഷ്യമുണ്ട്, നമ്മുടെ ഉള്ളത്തിലറിയാം, മറ്റുള്ളവർ അതിനെക്കുറിച്ച് സാക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഹൃദയം കൊണ്ട് ഈ ഒരു കാര്യം സ്വീകരിക്കുക അല്പപ്രയാസമാണ്. ടു അക്സെപ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഐ ആം എ ന്യൂ ക്രിയേഷൻ. യേശുക്രിസ്തുവിൽ ഞാനൊരു പുത്തൻ സൃഷ്ടിയായിരിക്കുന്നു. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിയുണ്ട്, അതിൻ്റെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യൻ്റെ സൃഷ്ടിയുണ്ട്. അത്ഭുതകരമായിരിക്കുന്ന പ്രപഞ്ചം. Every single big and small thing in creation is so fascinating. സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വലുതും ചെറുതും പ്രപഞ്ചത്തിലുള്ള സകല കാര്യവും അത്ഭുതവാഹമാണ്, വിസ്മയജനകമാണ്. എന്നാൽ ഈ സൃഷ്ടിയിൽ ഒന്നും ഉൾപ്പെടാത്ത ഒരു അത്ഭുതകരമായിരിക്കുന്ന സൃഷ്ടിയായി യേശുക്രിസ്തുവിൽ ഞാൻ തീർക്കപ്പെട്ടിരിക്കുന്നു. I am a further fascinating workmanship of the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന വിസ്മയകരമായിരിക്കുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് ഞാൻ in Christ യേശുക്രിസ്തുവിൽ. Praise the Lord. Hallelujah. എൻ്റെ രോദന കാണുമ്പോൾ, കരുവാളിപ്പ് കാണുമ്പോൾ, ക്ഷീണം കാണുമ്പോൾ, മടുപ്പ് കാണുമ്പോൾ, മയക്കം കാണുമ്പോൾ, ബലഹീനത കാണുമ്പോൾ, പരാജയങ്ങൾ കാണുമ്പോൾ, ജീവിതത്തിലുള്ള തോൽവികൾ കാണുമ്പോൾ, I may not be able to accept that. അത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും my Bible says, എൻ്റെ പുസ്തകം പറയുന്നു, you are a new creation. നീ ഒരു പുത്തൻ സൃഷ്ടിയാണ്. It's true. സത്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ പുതിയ സൃഷ്ടിയുടെ ആവശ്യം വന്നത് പഴയ സൃഷ്ടികളായിരിക്കുന്ന വീഴ്ച മുഖാന്തരം, ദൈവത്തിലുള്ള പതനം മുഖാന്തരം, corruption entered the very essence of man. മനുഷ്യന്റെ അന്തഃസത്തയുടെ ഉള്ളിലേക്ക് ദ്രവത്വം, പാപം, നശ്വരത, corruption, മലീമസമായിരിക്കുന്ന അവസ്ഥ മനുഷ്യന്റെ ഘടനയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പാല് പുളിച്ച് തൈരായി, തൈരിൽ നിന്ന് തിരിച്ച് പാല് കൊണ്ടുവരാൻ കഴിയാത്തതുപോലെ the fallen man cannot be reformed. വീഴ്ച സംഭവിച്ച മനുഷ്യന് കോൺവെന്റിൽ പഠിച്ചാലും, ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും, സംസ്കാരം പഠിപ്പിച്ചാലും, give him any education, ഏത് വിദ്യ പഠിപ്പിച്ചാലും, ഏത് സംസ്കാരത്തിൽ വളർത്തിയാലും, എത്ര അച്ചടക്കം നൽകിയാലും, എത്ര നല്ല നിയമങ്ങൾ നൽകിയാലും, man cannot be reformed. മനുഷ്യനെ പുറമേ മാത്രമേ വ്യത്യസ്തനാക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ദിവ്യ പ്രവൃത്തിയെക്കുറിച്ച് never it says as change, ഒരു വ്യതിയാനം, വ്യത്യാസം എന്ന തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. The Bible speaks of transformation, metamorphosis, രൂപാന്തരം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ചിരിക്കുന്നത്
രൂപാന്തരത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് സാധ്യമായി തീർന്നിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, മാൻ ഈസ് ഇറിഡീമബിളി ലോസ്റ്റ്. രക്ഷപ്പെടുത്താൻ കഴിയാതെ വണ്ണം അവൻ്റെ പ്രകൃതം മലീമസമായി കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ ഒരു പുത്തൻ സൃഷ്ടിയാണ് കർത്താവിൽ ഉള്ളവർക്ക് ലഭ്യമായി തീരുന്നത്. ഹല്ലേലൂയ. അന്ന് വരെ പാപത്തിൽ രസിച്ച് സന്തോഷിച്ച് അടിപൊളിച്ച് ആഘോഷിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിലെ പുതു സൃഷ്ടിയുടെ ഭാഗമായി കഴിയുമ്പോൾ, കർത്താവിലുള്ള രക്ഷ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി തീർന്നു കഴിയുമ്പോൾ, അകത്തു നിന്ന് അന്ന് വരെ ഉല്ലസിച്ച കാര്യങ്ങളോടുള്ള ഒരു വിരക്തി അവൻ്റെ അകത്ത് അനുഭവിക്കാൻ തുടങ്ങുന്നു. No more that way. ഇനി ആ വഴിയിലില്ല. No more to do that. ആ കാര്യം ചെയ്യുവാനായിട്ടില്ല. There is something withdrawing from inside. അകത്തു നിന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നൊരു കാര്യം. Sin now start paining than making me delight. പാപം എന്നെ ഉല്ലസിപ്പിക്കുകയല്ല, സന്തുഷ്ടനാക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ പാപം വേദനയായിത്തീരുന്നു. ബിക്കോസ് നമ്മുടെ അന്തസ്സത്തിൽ അകത്ത് അടിസ്ഥാനത്തിൽ വന്ന ആ തകർച്ച ഉദ്ധരിക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ വരുത്തിയ ആ പുനർസൃഷ്ടിപ്പിന്റെ ദിവ്യ പ്രവൃത്തി, അതും നമ്മുടെ ഏറ്റവും അകത്ത് തന്നെയാണ് ദൈവം വച്ചിരിക്കുന്നത്. God's work is not just outside us. നമ്മുടെ പുറത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ അന്തസ്സത്തിൽ, inside the being of man. നമ്മുടെ അന്തസ്സത്തിന്റെ ഉള്ളിലാണ് ദൈവം ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. Change is implanted in us. നമ്മുടെ അകത്ത് ഉൾനട്ടിരിക്കുകയാണ് ആ രൂപാന്തരത്തിന്റെ ശക്തിയും ജീവനും. Amen. Hallelujah. Hallelujah. It's a work deep within us. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഉള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് പല സഭകളും സകല കൂട്ടങ്ങളും ആളുകൾ കൂടി വന്ന് ആഘോഷിക്കുകയും കടന്നു വരികയും ചെയ്യുന്ന എല്ലാ കൂട്ടങ്ങളിലും ഈ സാക്ഷ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാം. If you are genuinely born again, നിങ്ങൾ സത്യമായും യഥാർത്ഥമായി നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ ദിവസം തന്നെ ആദ്യം നിങ്ങൾ അനുഭവിച്ചൊരു കാര്യം എന്താണ്? No more the past. ആ പഴയതിനും വേണ്ട. No more the same. എനിക്ക് വ്യത്യസ്തനായി തീരണം. ആ പഴമ എനിക്ക് വേണ്ട. There's an inward urge for change. അകത്ത് നിന്ന് മാറ്റത്തിനായിട്ടുള്ള ആന്തരികമായിരിക്കുന്ന ഒരു തള്ളൽ തുടക്കം നമ്മുടെ അകത്ത് ആരംഭിക്കുകയാണ്. urge for change. അകത്ത് നിന്ന് വ്യതിയാനത്തിനായിട്ടുള്ള ഒരു തുടക്കം, രൂപാന്തരത്തിനായിട്ടുള്ള തുടക്കം. ദിവ്യമായിരിക്കുന്ന ആശകൾ നമ്മുടെ അന്തരംഗത്തിൽ സ്ഫുരിക്കുന്നു. അകത്ത് നിന്ന് ഇൻവേർഡ് urge for change. അകത്ത് നിന്ന് വ്യതിയാനത്തിനായിട്ടുള്ള ഒരു ഉൾവിളി നമ്മുടെ ഉള്ളത്തിൽ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കത് cannot shake it off. അത് നിങ്ങൾക്ക് വെറുതെ ഷെയ്ക്ക് ചെയ്ത് കളയുവാനായിട്ട് കഴിയത്തില്ല. ബിക്കോസ് ഇൻസൈഡ് implanted within you, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അകത്ത് ഉൾനട്ടിരിക്കുകയാണ് that urge, ആന്തരികമായിട്ടുള്ള വലിയ അന്തർദാഹം. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ അകത്തെ അന്തർദാഹം അതാണ്. ചേഞ്ച് ഫോർ ദ ബെറ്റർ ലോർഡ്, നോട്ട് ദിസ്. ഇതല്ല കർത്താവേ. നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങിയിരിക്കുന്ന ദിവ്യ രൂപാന്തരത്തിന്റെ പ്രവൃത്തിയിലേക്കുള്ള ഒരാക്കമാണ് പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ വചനത്തിലെടുത്ത് ചെന്നാൽ the word calls you for that same change. ആ വ്യതിയാനത്തിന് വേണ്ടി തിരുവചനം തന്നെയും നിങ്ങളുടെ അകത്ത് ആക്കം നൽകുകയാണ്. വചനം കേൾക്കുമ്പോൾ, വചനം ശ്രദ്ധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ, ദൈവമുമ്പാകെ നിങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, every time that change, that urge, അകത്തുനിന്നുള്ള ആ രൂപാന്തരത്തിനുള്ള ആക്കം നിങ്ങൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. Praise the Lord. ഒരു ദൈവമനുഷ്യനുമായിട്ട് സമയം ചെലവഴിച്ചാൽ, ഒരു ദൈവമനുഷ്യനെ നിങ്ങൾ കേട്ടാൽ, ഒരു വചന ശുശ്രൂഷ നിങ്ങൾ കേട്ടാൽ, ആത്മാവിലുള്ള, യഥാർത്ഥ ആത്മാവിലുള്ള, ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള വചനത്തിന്റെ ശുശ്രൂഷയുടെ തെളിവെന്ന് പറയുന്നത്, അതിന്റെ സ്വാധീനമെന്ന് പറയുന്നത്, ഇറ്റ് കോൾസ് യു ഫർദർ ടുവേർഡ്സ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെയും നിങ്ങളെ രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിട്ട് അത് തീരും. പഴയ ജീവിതത്തെ, പഴയ സൃഷ്ടിയെ സ്വസ്ഥമാക്കി വിടുന്നതല്ല,
രൂപാന്തരത്തിന്റെ പുതിയ സൃഷ്ടിയുടെ ആഹ്വാനം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെടിക സ്വഭാവം, പ്രാകൃത സ്വഭാവങ്ങൾ എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ദൈവവചനത്തിൻ്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകുന്നത് അകത്തു നിന്നുള്ള മുമ്പോട്ടുള്ള ഈ ആക്കത്തിലാണ്. മോർ ഓഫ് ഗോഡ്, മോർ ഓഫ് ക്രൈസ്റ്റ്, മോർ ഓഫ് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തെ അധികം, ദൈവത്തിൻ്റെ പുത്രനെ അധികം, ക്രിസ്തുവിൻ്റെ സ്വഭാവം അധികം. ഇതൊരു ആന്തരിക ആക്കമായിട്ട് നമുക്ക് തീരുന്നു. ഇത് നമ്മുടെ ഉള്ളിലൊരാക്കമാണ്. ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മുടെ അകത്തു നിന്നുള്ളൊരു അർജാണ്, മുൻപോട്ടുള്ള അഭിവാഞ്ചയാണ്. പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു തൊന്തരവും കൂടെ ഉണ്ട്. എന്താ തൊന്തരമെന്ന് ഞാൻ പറയാം. നമ്മുടെ സ്നാനത്തെ കളിയാക്കിയാലും, നമ്മുടെ രക്ഷയെ കുറച്ച് കാണിച്ചാലും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുച്ഛിച്ചാലും ഒരു കാര്യം എല്ലാവരും നമ്മോട് ആവശ്യപ്പെടും. എന്താ അത്? ഷോ ദ ചേഞ്ച് നൗ. ഇപ്പോൾ വ്യത്യാസം നീ കാണിക്കും. അതുകൊണ്ട് ആ കൂട്ടുകാരെല്ലാം കൂടി തോളത്തടിച്ച് വർത്താനം പറയുമ്പം അങ്ങനെ ഇരിക്കും. കൂട്ടത്തിൽ നിന്ന് നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. നോ, ദിസ് ഇസ് നോട്ട് യുവർ പ്ലേസ്. ദേ നോ ഇറ്റ്സ് നോട്ട് യുവർ പ്ലേസ്. നിനക്ക് മാത്രമല്ല, അവർക്കും അറിയാം ഇത് നിന്റെ സ്ഥലമല്ല. യെസ്, നിന്നോട് അസഭ്യം പറഞ്ഞ ശേഷം നീ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എനിക്കിത് പറയാം. നിനക്ക് പറയാൻ അവകാശമില്ല. നീ ഏത് പ്രാർത്ഥനക്കാരനാ? കള്ളൻ. You are genuine when you are on the process of transformation. രൂപാന്തരത്തിന്റെ മാർഗത്തിലായിരിക്കുമ്പോൾ മാത്രമേ നീ സത്യസന്ധനും ജെനുവിൻ ആയിരിക്കുന്നു. രൂപാന്തരത്തിന്റെ മാർഗത്തിലായിരിക്കുമ്പോൾ നമ്മെ വിളിക്കുന്ന പേര് നമുക്ക് യോജിച്ചതാണ്. എന്താ അത്? കള്ളൻ. നമ്മുടെ വീട്ടിലത് പ്രതീക്ഷിക്കുന്നു, ഭാര്യ ഭർത്താവ് അത് പ്രതീക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യ അത് പ്രതീക്ഷിക്കുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അത് പ്രതീക്ഷിക്കുന്നു, ഉദ്യോഗസ്ഥാനത്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നു. ചേഞ്ച്, ഷോ us change. നിന്റെ വ്യത്യാസം ഞങ്ങൾ കാണട്ടെ. Why? There is new creation inside you. നിന്നിൽ ഉള്ള ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടി, പഴയ സൃഷ്ടി നിന്നോട് ചോദിക്കുകയാണ്, ഷോ us the change. ഞങ്ങൾക്ക് ആ വ്യത്യാസം കാണിച്ചു തരിക. ആളുകൾ നിങ്ങളുടെ വാക്കിനെ ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങളുടെ പ്രതികരണത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് ഒരു പ്രാർത്ഥനക്കാരന് പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ ചാടിക്കേറി നാം പറയരുത് ദൈവം മാത്രം എൻ്റെ ഹൃദയത്തെ അറിയുന്നു എന്ന് പറയാൻ. ഡോണ്ട് സേ ദാറ്റ്. നമ്മൾ പറയരുത് ഞാൻ നിങ്ങളെ പോലെ വെറും ഒരു മനുഷ്യനാണെന്നും പറയരുത്. നോ. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ശരിയാ. പക്ഷെങ്കിൽ ക്ഷമിക്കുന്നതിനുണ്ടൊരു അതിരെന്ന നീ ഓർക്കണം. ഇതൊന്നും അല്ല പറയേണ്ടത്. When your neighbor, your husband, your wife, the one with you, നിന്നോടൊപ്പമുള്ള ഒരാൾ, when he demands a change, നിന്നിൽ നിന്ന് വ്യത്യാസം ആവശ്യപ്പെടുമ്പോൾ humble yourself. നിന്നെ തന്നെ താഴ്ത്തിയ ശേഷം വേണം, yes, I want to change. എനിക്ക് വ്യത്യാസപ്പെടാം. Hallelujah. Praise the Lord. I am in the process of transformation. രൂപാന്തരത്തിന്റെ പ്രക്രിയയിലാണ് ഞാൻ. born again people, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കർത്താവിനെ അറിയുന്ന ദൈവത്തിന്റെ ജനമേ, പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കും ദൈവത്തിന്റെ ജനമേ, say with me, എന്നോടൊപ്പം നിങ്ങൾ പറയണം, I am in the process of transformation. രൂപാന്തരത്തിന്റെ പ്രക്രിയയിലാണ് ഞാൻ. essential to your new life. നിങ്ങളുടെ പുതിയ ജീവിതത്തിന് അവിഭാജ്യമായിരിക്കുന്ന ഒരു ആവശ്യമാണ്. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ നിങ്ങളുടെ പഴയ ദൈവത്തെ കൂടാതെയുള്ള പാപത്തിൽ ജീവിച്ച വീണ്ടും ജനത്തിന് മുമ്പുള്ള ആ മനുഷ്യന്റെ പഴയ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ മനുഷ്യന്റെ നടപ്പ് എന്താണ്? The deception of lust. മോഹങ്ങളുടെ ചതിയുടെ ആ vicious circle, ആ വട്ടം കറങ്ങലിൽ, ആ വിഷമവൃത്തത്തിൽ
പിന്നെയും 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 ആ നീർച്ചുഴിയിൽ തന്നെ കടന്നു പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് വായിക്കാം. പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവേ. പുനർസൃഷ്ടിപ്പ് ആ പ്രക്രിയ ഇതാണ്. The process of transformation. പുനർസൃഷ്ടിപ്പ് നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്ന പ്രക്രിയയുടെ വിധം ഇതാണ്. ഒരിടത്ത് എന്ത് ചെയ്യണം? ചതിയുടെ മോഹങ്ങളാൽ വീണ്ടും വീണ്ടും കറപ്റ്റായി പോകുന്ന മലീമിസമാകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയണം. നാം ധരിച്ചിരിക്കുന്ന പഴയ മനുഷ്യൻ, നാം കൊണ്ടു നടക്കുന്ന, നാം പറഞ്ഞു നടന്ന, നാം പ്രതികരിച്ചിരുന്ന നമ്മുടെ അക്ഷമ, നമ്മുടെ ഹൃദയ കാഠിന്യം, നമ്മുടെ മനോഭാവങ്ങൾ എല്ലാം കൊണ്ട് പ്രത്യക്ഷമായി നാം പ്രദർശിപ്പിച്ചിരുന്ന പഴയ മനുഷ്യൻ ഉരിഞ്ഞുകളഞ്ഞ് ആ സ്ഥാനത്ത് എന്തു വരണം? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് God has a new man for you. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ മനുഷ്യനുണ്ട്. That new man is in Christ. ക്രിസ്തുവിലാണ് ആ പുതിയ മനുഷ്യൻ. From Christ. യേശു ക്രിസ്തു ആ പുതിയ മനുഷ്യനെ ധരിക്കുക. ഈ ധാരണത്തിലേക്കുള്ള ആ ഒരു പ്രോസസ്, ആ ഒരു പ്രോസസ്സാണ്. ഈ ധാരണത്തിലേക്കുള്ള മുമ്പോട്ടുള്ള ആ ക്രിയ, അതാണ് രൂപാന്തരത്തിൻ്റെ ക്രിയ. നിങ്ങൾ ദൈവത്തോടു കൂടിയാണോ? നിങ്ങൾ വചനത്തിൻ്റെ പക്ഷത്താണോ? നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഒപ്പമാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ സജീവമാണോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്താണ്? നമുക്കിങ്ങനെ പറയണം: ദൈവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, ദൈവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എസെൻഷ്യൽ ടു ബി ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരത്തിൻ്റെ പ്രക്രിയയിൽ എനിക്ക് ആയിരിക്കണം. അതിന് തടസ്സം വരുന്ന ഒരു കാര്യവും മനസ്സുകൊണ്ട് നാം സമ്മതിച്ചുകൂടാ. നെവർ മേക്ക് എക്സ്ക്യൂസസ്. അതിന് ഒഴിവൊഴിവ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞുകൂടാ. അവർ ശല്യം ചെയ്യുന്നതുകൊണ്ട്, ജീവിതം കഠിനമായതുകൊണ്ട്, സാമ്പത്തിക ഞെരുക്കമുള്ളതുകൊണ്ട്, പ്രശ്നങ്ങൾ അനവധിയായതുകൊണ്ട്, നോ 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 നോ. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്, the work is inside. അതെല്ലാം നിലനിൽക്കന്നെ അകത്തു നിന്നാണ് രൂപാന്തരത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ജനം ലോകത്തിൽ, എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമുണ്ട്. ക്രിസ്തീയത വന്ന് ക്രിസ്തീയതയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ലോഡ് ഓഫ് നോയ്സ്, ഒരുപാട് ശബ്ദ കോലാഹലങ്ങളായിട്ട്. ക്രിസ്തീയയുടെ മുഖമുദ്ര രൂപാന്തരം പ്രാപിക്കുന്ന ദൈവപുത്രന്മാരും ദൈവപുത്രിമാരും. See what God is doing. ദൈവം എന്താണ് ചെയ്യുന്നത്? ആ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മുടെ ശബ്ദത്തിന് വാലിഡിറ്റി ഉള്ളൂ. ആ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മുടെ സന്ദേശത്തിനും ശബ്ദത്തിനും ആധികാരികതയുള്ളൂ. Praise the Lord. അതിനോട് ചേർന്ന് അടുത്തൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയത മുഖാന്തരം സംഭവിക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ പതനം മുഖാന്തരം, മനുഷ്യന്റെ അന്തസത്തയിൽ, ഘടനയിൽ തന്നെ തിന്മ, പാപം, ദുഷ്ടത പ്രകൃതത്തിൽ തന്നെ പ്രവേശിച്ചു. പാപമെന്നുള്ളത് കേവലം നമ്മുടെ തെറ്റായ തിന്മയായ ലംഘനങ്ങൾ, പ്രവൃത്തികൾ മാത്രമല്ല. Sin is not just our commissions. നാം ചെയ്യുന്ന അരുതാത്ത കാര്യങ്ങൾ മാത്രമല്ല പാപം. നാം ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിലും നാം പാപ
വിമുക്തമല്ല. പാപം എവിടെയാ? Sin is in our nature. പാപം നമ്മുടെ പ്രകൃതത്തിലുണ്ട്. പാപം പ്രവൃത്തിയിലല്ല, അതിൻ്റെ പിൻപിൽ പ്രകൃതത്തിലാണ്. ആ പ്രകൃതത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നമുക്ക് രൂപാന്തരത്തിൻ്റെ ഒരു പുതിയ ജീവിതം ദൈവം നൽകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. എന്നാൽ ആ പുതിയ രൂപാന്തരത്തിൻ്റെ ജീവിതം നമുക്കത് മാത്രമായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ തേങ്ങ പതിച്ചു കഴിഞ്ഞ് തൊണ്ടും ചിരട്ടയങ്ങ് ചിലപ്പോൾ കളഞ്ഞു എന്ന് വരാം. അതിൻ്റെ ഉള്ളിലെ തേങ്ങ പരിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ തേങ്ങയുടെ ഉള്ളിലെ പരിപ്പായിട്ടല്ല വാങ്ങിക്കും, തൊണ്ടും ചിരട്ടയും ചേർത്താണ്. എന്ന് പറയുന്നത് പോലെ ഈ പുതിയ ജീവിതം, രൂപാന്തരപ്പെട്ട ജീവിതം വെറുതെ അങ്ങനെ മാത്രമായിട്ട് നമുക്ക് കിട്ടത്തില്ല. പഴയ ജീവിതത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി വീണുപോയ ജീവിതത്തോട് ചേർന്ന് മനുഷ്യനെ ഭരിക്കുന്ന ഒരു ജീവിത സിദ്ധാന്തം കൂടിയുണ്ട്. ലൈഫ് ഫിലോസഫി ഓഫ് ദ ഫാളൻ മാൻ. ദൈവത്തിൽ നിന്ന് നിബന്ധിച്ചു പോയ മനുഷ്യന്റെ, അകന്നുപോയ മനുഷ്യന്റെ ഒരു ജീവിത ബോധമുണ്ട്, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ജീവിതം എന്താണ്? ജീവിതത്തിന്റെ മൂല്യം എന്താണ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ദ വർത്ത് ഓഫ് ലൈഫ്, ദ പർപ്പസ് ഓഫ് ലൈഫ്, ദ വാല്യൂ ഓഫ് ലൈഫ്. ഈ ജീവിതത്തിന്റെ മതിപ്പ്, വില, ലക്ഷ്യം, അർത്ഥം, ഇതിനെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനൊരു ജീവിത സങ്കല്പം, ജീവിത ധാരണ, ബോധമുണ്ട്. അതും അവന്റെ പാപജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പണത്തിന്റെ പിന്നാലെ ലോകം മുഴുവനും, ക്രിസ്തീയ സമൂഹം ഉൾപ്പെടെ, അത് അങ്ങ് ദൂരെ മാത്രമല്ല, ഒരു കൂട്ടായ്മയിൽ, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ തന്നെ 3-4 സ്തോത്ര കാഴ്ചകൾ. പണ്ടാരോട് പറഞ്ഞല്ലോ, when it comes to money all have the same religion. പണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മതവും ഉപദേശവും എല്ലാം ഒന്ന് തന്നെയാണ്. ആർക്കും വേർപാടും. It's the same religion when it comes to money. പണത്തിന്റെ സ്വാധീനം, മനുഷ്യൻ പണത്തിന്റെ മുമ്പാകെ, മനുഷ്യന്റെ ആ നെട്ടോട്ടം, പണം, അഭിലാഷങ്ങൾ, സ്ഥാനങ്ങൾ, പദവികൾ, അധികാരങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ വിലയുള്ളതാക്കുന്ന, അല്ലെങ്കിൽ വിലയുള്ളതായവൻ കരുതുന്ന ദ ഡ്രൈവ് ഓഫ് ലൈഫ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ ചാലക ശക്തി. Thinking in terms of money and everything. സകലത്തിൽ ഒന്നിൽ പണത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് എന്ത് കിട്ടും, എന്റെ സ്ഥാനം എന്താണ്, അധികാരത്തിന്. ലോകം മുഴുവൻ ഈ ഒരു കുത്തൊഴുക്കിൽ, ഈ ഒരു ഒഴുക്കിലാണ് the whole humanity, because that is the life philosophy of the fallen man. നിബന്ധിച്ചു പോയ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിത ബോധം തന്നെ അതാണ്. If no money, what left? പണമില്ലെങ്കിൽ, അധികാരമില്ലെങ്കിൽ, എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, അധികാരമില്ലെങ്കിൽ പിന്നെന്നാ, സ്വാധീനമില്ലെങ്കിൽ പിന്നെന്താ? ഈ ഒരു ജീവിത ബോധം, തിരുവഴുത്ത് പറയുന്നൊരു കാര്യം, മുമ്പത്തെ നടപ്പിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഒത്തവണ്ണം നടന്നു. അവിടെ മനോവികാരം എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്യൂട്ടിലിറ്റി ഓഫ് ദ മൈൻഡ്, മനസ്സിന്റെ നിരർത്ഥകമായിരിക്കുന്ന അനേക ചിന്തകൾക്കൊത്തവണ്ണം. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ ഉറുമ്പൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, ഈ ഉറുമ്പൊക്കെ പോകുന്ന, ഈ ഉറുമ്പ് എഴഞ്ഞു നടക്കുന്നുണ്ട്, വെരി ഫാസ്റ്റ്. അത് ചിലത് അങ്ങോട്ട് പോകുന്നു, ചിലത് ഇങ്ങോട്ട് വരുന്നു, അതിനിടയിൽ അത് തമ്മിൽ എന്തോ സംസാരിക്കുന്നു. പക്ഷേങ്കിൽ ഉറുമ്പനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, an ant has a more sense of purpose than man. മനുഷ്യനേക്കാളും കൂടുതൽ ലക്ഷ്യബോധം ഉറുമ്പിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഓടുന്നു, അങ്ങോട്ട് പോകുന്നു, ഇടയ്ക്ക് കാണുന്നതൊന്നും ഒരു അർത്ഥമില്ല എന്ന് വിചാരിക്കേണ്ട. ant is busy with a purpose. ഒരു തിരക്കിലാണ് ഉറുമ്പിന്റെ ഈ തിരക്ക്. പക്ഷേ മനുഷ്യന്റെ തിരക്ക്, എല്ലാവരും തിരക്കാണ്.
പണിയില്ലാത്തവരും തിരക്കാണ്, ജോലിയില്ലാത്തവരും തിരക്കാണ്. എവരിബഡി ഈസ് ബിസി. വാട്ട് ഈസ് മാൻ ആഫ്റ്റർ? മനുഷ്യൻ എന്തിൻ്റെ പുറകിലാണ് തിരക്ക്? ചില സൗന്ദര്യ പിണക്കുകൾ നാം മനസ്സിലാക്കിയാൽ, പല മത്സരങ്ങൾ നാം മനസ്സിലാക്കിയാൽ, പല വഴക്കുകൾ അപഗ്രഥിച്ചു കഴിയുമ്പോൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഒടുവിൽ ആകത്തുകയായിട്ട് എടുത്തു കഴിയുമ്പോൾ, ചരിത്രം തന്നെ എന്താണ്? ലോകമഹായുദ്ധം എന്തിനുണ്ടായി? മുസോളിനിയും നെപ്പോളിയനും വലിയ യോദ്ധാക്കളായി തീർന്നു. But after all, what did they gain? അവർക്ക് എന്താ കിട്ടിയത്? അവരെന്തിനാണ് യുദ്ധം ചെയ്തത്? ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുക്കുമ്പോൾ, മനുഷ്യ ജീവിതത്തിലെ കാര്യങ്ങൾ നാം മൊത്തമായിട്ട് എടുക്കുമ്പോൾ, എന്താ ഈ മനുഷ്യന്റെ തിരക്കിന്റെയും ഇതിന്റെയൊക്കെ ആകത്തുക എന്താണ്? ദൈവത്തിൽ നന്യപ്പെട്ടു പോയ മനുഷ്യന് അതിൽ തന്നെ ഒരു ജീവിത ബോധമില്ല. അന്നേരം കാണുന്നത്, അന്നേരം ശരിയെന്ന് ചിന്തിക്കുന്നത്, അന്നേരത്തെ വികാരത്തിനൊത്തവണ്ണം, അന്നേരത്തെ ഭാവത്തിനൊത്തവണ്ണം, അന്നേരം വലിയ കാര്യങ്ങളും സ്ഥാനമെന്നും അധികാരമെന്നും പണമെന്നും തോന്നുന്ന കാര്യങ്ങൾക്ക് ഹി മേക്സ് ഇറ്റ് എവറിത്തിങ്. അത് മുഴുവനായിട്ട് തീർന്ന ശേഷം ഹി തിങ്സ് ലൈഫ് ഈസ് ജസ്റ്റ് ദാറ്റ്. അതാണ് ജീവിതം ധരിച്ച് അനേക കാര്യങ്ങൾ അപ്പോഴിപ്പോഴും ചെയ്യുന്നു. നാളെ പറയും. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നാം ഒരു ദിവസം പേപ്പറിന് വേണ്ടി എത്ര ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ചായ കുടിക്കണേ പേപ്പർ വേണം, ഉറക്കം മാറണേ പേപ്പർ വേണം. ബട്ട് വാട്ട് ഈസ് ദ ന്യൂസ് ടുഡേ? ഇന്നത്തെ ആ വാർത്ത എന്ന് പറയുന്നത് എന്താണ്? ഉച്ച കഴിയുമ്പോൾ പിറ്റേ ദിവസം നിങ്ങളുടെ പത്രം എവിടെയായിരിക്കുന്നു? ആക്രിക്കടക്കാരന് കൊടുക്കാൻ വെച്ചിരിക്കുക. ദ ന്യൂസ് പേപ്പർ ഓഫ് ടുഡേ ഈസ് ടുമോറോസ് വേസ്റ്റ് പേപ്പർ. നാളത്തെ വേസ്റ്റ് പേപ്പറാണ് ഇന്നത്തെ ഇത്ര പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ താളത്തിൽ മനുഷ്യൻ ജീവിതം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ്, എന്തിന് ജീവിക്കണം, മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ ആകത്തുക എന്താണ്, സന്തോഷത്തിൻ്റെ ആകത്തുക എന്താണ്, മത്സരങ്ങളുടെ ആകത്തുക എന്താണ്, പിണക്കങ്ങളുടെ ആകത്തുക എന്താണ്, ഇതിൻ്റെ എല്ലാം നടുവിൽ യേശു ക്രിസ്തു വന്നത്. ഞാൻ പറയട്ടെ, നമുക്കൊരു പുത്തൻ ജീവിതം തരിക. അതിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. എന്തിനാ വന്നത്? നമുക്കൊരു പുതിയ ജീവിതബോധം നൽകേണ്ടതിനായി. സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്നത് ദൈവരാജ്യത്തിന്റെ ജീവിതബോധം നമുക്ക് ഉള്ളിൽ തരേണ്ടതിനായിട്ടാണ്. The true worth of life, the true purpose of life, the true meaning of life. ജീവിതത്തിലെ യഥാർത്ഥ വില എന്താണ്, യഥാർത്ഥ ഉദ്ദേശം എന്താണ്, യഥാർത്ഥ അർത്ഥം എന്താണ്? യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് bringing a new script for life, a new alphabet for life. ജീവിതത്തിനൊരു പുതിയ അക്ഷരമാലയുമായിട്ടാണ് വന്നത്. ജീവിതത്തിന് പുതിയ നിർവചനവുമായിട്ടാണ് വന്നത്. To unlearn, make us unlearn life and make us learn life. നാം പഠിച്ച ജീവിതത്തിന്റെ ബോധത്തെ മുഴുവൻ തിരുത്തി നാം പഠിച്ച ശേഷം പുത്തനായിട്ട് ജീവിതം എന്താണെന്ന് നാം പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. Hallelujah. Essential to your new life is a new perspective of life. നിങ്ങളുടെ പുതിയ ജീവിതത്തോട് ചേർന്ന് അവിഭാജ്യമായിരിക്കുന്ന ഒരു ഘടകം ഒരു പുതിയ ജീവിതത്തിന്റെ ബോധമാണ്, ഒരു പുതിയ ജീവിതത്തിന്റെ പരിജ്ഞാനമാണ്. ദൈവമക്കൾ ഈ കാര്യം ഓർക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളി, ആഹ്വാനം എന്ന് പറയുന്നത് കേവലം വ്യതിയാനങ്ങളല്ല, കേവലം രൂപാന്തരങ്ങളല്ല. ഈ വിശുദ്ധ ബൈബിളിനെ ലോകത്തിലെ സാൻമാർഗിക ഗുരുക്കളും മതഗുരുക്കളും ഒരുപാട് പേര് കോട്ട് ചെയ്തിട്ടുണ്ട്. കോട്ട് ചെയ്തിരിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്, the good things, the virtues the Bible speaks. വേദപുസ്തകം പറയുന്ന സൽഗുണങ്ങൾ, യേശു പഠിപ്പിച്ച സൽഗുണങ്ങൾ, യേശുവിൻ്റെ പുതുജീവിതം സംബന്ധിച്ചുള്ള നല്ല പ്രമാണങ്ങളെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം കോട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം അതിലും അടിസ്ഥാനപരമായിട്ട്
തിരുവചനത്തെ നാം സ്പർശിക്കേണ്ട ആവശ്യമുണ്ട്. ജീവിതത്തിൽ യേശുക്രിസ്തു നാം പഠിച്ചു തുടങ്ങണം. കർത്താവ് പറഞ്ഞു, ലേൺ ഓഫ് മീ, എന്നിൽ നിന്ന് പഠിക്കുക. സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ സകല ഉപദേശങ്ങളും കേട്ടാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി വിളിക്കുകയല്ല, കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ ആഹ്വാനങ്ങൾ. ജീവിതത്തെ തീർത്തും തിരുത്തി പഠിപ്പിക്കുക. യേശുക്രിസ്തു നന്മ മാത്രമേ ഉപദേശിച്ചിരുന്നുള്ളെങ്കിൽ, സ്നേഹം മാത്രമേ ഉപദേശിച്ചിരുന്നുള്ളെങ്കിൽ, സൽഗുണങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളെങ്കിൽ, നല്ല ജീവിത പ്രമാണങ്ങളെക്കുറിച്ചും നല്ല അച്ചടക്കത്തെക്കുറിച്ചും മാത്രമേ കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. But he said the world system is totally corrupt. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയുടെ അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. How good things he manipulate. നല്ല കാര്യങ്ങളെ നിങ്ങളുടെ തെറ്റായ ജീവിത ബോധത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെ നിങ്ങൾ വികൃതമാക്കുന്നു. The perverted perspective of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ വികലമായിരിക്കുന്ന കാഴ്ചപ്പാട്. യേശുക്രിസ്തു മുഴുവൻ ജീവിതത്തെ തിരുത്തി പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നല്ല കാര്യങ്ങൾ കൊണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയിരുന്ന ആളുകൾ, പ്രാർത്ഥന കൊണ്ട് ബഹുമാനം കിട്ടിയവർ, നന്മ ചെയ്യുന്ന വഴി ബഹുമാനം കിട്ടിയവർ, ഉപവസിക്കുക വഴി ബഹുമാനം കിട്ടിയവർ. ഇന്നുകൊണ്ട് ഉപവാസ യജ്ഞം. എൻ്റെ കൊച്ചിലെ ഞാൻ സൈക്കിൾ യജ്ഞം ഉണ്ടായിരുന്നു, അതുപോലുള്ള യജ്ഞങ്ങളുണ്ട്. ആളുകളെല്ലാം കാണാനായിട്ട് ഒരുപാട് യജ്ഞങ്ങളുണ്ട്. യേശുക്രിസ്തു ഉപവാസത്തിന്റെ യജ്ഞത്തെ വിരുദ്ധമായി സംസാരിച്ചു. When you fast, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ don't remain turned against man. മനുഷ്യന് നേരെയല്ല ഇതൊന്നും ചെയ്യേണ്ടത്. Let not others know even you fast. നിങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയാതെ ഇരിക്കട്ടെ. യേശുക്രിസ്തു കൊണ്ടുവന്ന പുതിയ ജീവിത ബോധത്തിൽ he wanted man to change his position towards man and turn towards God. മനുഷ്യന് അഭുഖമായി നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ വീണ്ടെടുക്കപ്പെടണം. നമ്മൾ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം, അവരെന്നാ പറഞ്ഞു, ഇവരെന്നെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി, ഇപ്പം എന്നെ കണ്ടിട്ട് മിണ്ടുന്നില്ല, നേരത്തെ എന്നോട് വലിയ സ്നേഹമായിരുന്നു, അവർ തമ്മിൽ ഏതാണ്ട് പറഞ്ഞ കാര്യം എൻ്റെ കാര്യമാണ്. We are too much taken up with man. മനുഷ്യനെ കൊണ്ടാണ് നമ്മൾ അധികം നമ്മുടെ ചിന്തയൊക്കെ. We are so fearful. മനുഷ്യനെക്കുറിച്ച് വലിയ ഭയമാണ്. അവർ നമുക്ക് തരുന്ന അവാർഡ്, റെക്കഗ്നിഷൻ നമുക്ക് വലിയ കാര്യമാണ്. We are too much. The fallen man lives before man. വീടുപോയ താഴ്ചയുള്ള മനുഷ്യന്റെ മുമ്പാകെയാണ് ജീവിക്കുന്നത്. യേശുക്രിസ്തു കൊണ്ടുവന്ന ജീവിതബോധം, turn and live before God. തിരിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക. നിന്റെ നന്മ പ്രവൃത്തി ദൈവം കാണട്ടെ, നിന്റെ പ്രാർത്ഥന ദൈവം കാണട്ടെ, നിന്റെ ഉപവാസം ദൈവം കാണട്ടെ. നീ ചെയ്യുന്നതെല്ലാം let it be before the Father who sees in secret. നിന്റെ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന് മുമ്പാകെയായിരിക്കട്ടെ. Life altogether turns towards the Father. നിന്റെ സിസ്റ്റവും ദൈവമായിരിക്കുന്നവങ്കിലേക്ക് തിരിഞ്ഞു ജീവിക്കുക. ലൂക്കോസ് സുവിശേഷം നാം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഒരാവശ്യമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, പ്രശ്നമുണ്ടാക്കുന്നില്ല, കോടതിയിൽ പോകുന്നില്ല. നിന്നെ പോലെ നല്ലൊരു ന്യായാധിപൻ വന്ന് എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരണം. എൻ്റെ സഹോദരനുമായി ഞങ്ങളുടെ വീട്ടിലെ അവകാശ തർക്കം നീ ഒന്ന് തീർത്തു തരണം. വിശദമായിട്ട് ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ ഇന്ന് ഒരുപാട് പ്രാർത്ഥനകൾക്കും സാധുതയില്ല. കർത്താവ് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ന്യായകർത്താവാക്കിയത് ആര്? ഒന്ന്. രണ്ടാമത്തെ കാര്യം കർത്താവ് എന്ത് പറഞ്ഞു? സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഇൻ ദ ലെജിറ്റിമേറ്റ് ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ എത്രയും ശരിയെന്നുള്ള പല ആഗ്രഹങ്ങളുടെ പിമ്പിലും നിങ്ങളുടെ തെറ്റായ ജീവിതബോധം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി. ഒരു നല്ല ആവശ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് പറഞ്ഞു, സകലവിധ ദ്രവ്യാഗ്രഹവും ഈ കർത്താവ് നമ്മുടെ പാസ്റ്റർ ആയിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് ഈ സഭയെ കാണും? എന്നോട് ചെല്ലുമെന്ന് പറയും, ഒരുപാട് കടമാണ്, പാസ് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നേരെ പ്രാർത്ഥിക്കാറില്ല. കടം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഇതിൻ്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോഴും
ചിലരുടെ ശൈലിയാണ് കടം വാങ്ങി ജീവിക്കുക. അത് സംബന്ധിച്ചുള്ളൊരു ജീവിതബോധം നിനക്ക് വന്നിട്ടില്ല എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, വേലൊരു പ്രാർത്ഥിക്കുമായിരിക്കും. ദൈവവചനത്തിന്റെ ജീവിതബോധം അവിടെ തീർന്നില്ല. കർത്താവ് എന്നിട്ടൊരു കാര്യം മുമ്പോട്ട് പോയി പിന്നെയും പറഞ്ഞു. ഒടുവിൽ പറഞ്ഞ കാര്യം നമ്മുടെ വായിക്കുന്നത് 15-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയിലല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ജീവന്റെ ആധാരം. ലൈഫ് ഡസന്റ് കൺസിസ്റ്റ് ഇൻ വാട്ട് എ മാൻ ഹാസ്. ഒരു മനുഷ്യൻ എന്തുണ്ട് എന്നുള്ളതിലല്ല ഒരു മനുഷ്യന്റെ ജീവിതം ആധാരമായിരിക്കും. പലപ്പോഴും നമ്മുടെ സന്തോഷം, നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ആഹ്ലാദങ്ങൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ സന്തോഷത്തോടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്തുണ്ട് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ നിരാശകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പരാതികളെല്ലാം നമുക്ക് എന്തില്ല എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. യു നീഡ് എ ന്യൂ ലൈഫ് പെർസ്പെക്റ്റീവ്. ഒരു പുതിയ ജീവിത ബോധം ഉണ്ടാകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറയുമ്പോൾ let the man in poor circumstances, എളിയ സാഹചര്യത്തിലുള്ള സഹോദരൻ എന്ത് ചെയ്യണം? തൻ്റെ ഉയർച്ചയിൽ, in his exaltation, തൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കട്ടെ. പുതിയ ജീവിതത്തെ കണ്ടു, കർത്താവിനെ സ്നേഹിച്ചു, ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു, എനിക്ക് പ്രത്യാശയുണ്ട്. ഈ ജീവിതം നശിച്ചു പോകുന്ന ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നില്ല. ദൈവത്തോടുള്ള നടപ്പ്, ദൈവത്തോടുള്ള കൂട്ടായ്മ, നിത്യജീവന്റെ പ്രത്യാശ. മൈ ലൈഫ് ഈസ് മച്ച് അഹെഡ്. ഇതിന് എത്രയോ അപ്പുറത്താണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഐ ഫൈൻഡ് എ ഗ്രേറ്റർ റീസൺ ടു റിജോയ്സ്. എനിക്ക് സന്തോഷിക്കുവാൻ അതിന് അപ്പുറത്തുള്ളൊരു കാരണം ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ദർശനം വളരെ പ്രധാനമാണ്. നമുക്കുള്ളതിൽ നമുക്ക് മതിമറന്നു പോകുന്നു, അതിൽ നമ്മുടെ ജീവിതത്തെ കണ്ടെത്തുന്നു. നമുക്ക് ഇതിൽ കിട്ടിക്കഴിയുമ്പോൾ സ്തോത്ര പ്രാർത്ഥന നടത്തും, തെറ്റില്ല കേട്ടോ. താങ്ക് ഗോഡ് ഫോർ എവറി ഗുഡ് തിങ് യു ഹാവ് റിസീവ്ഡ്. കിട്ടിയ കാര്യം. ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ബട്ട് ഹാവ് എ ഗുഡ് ലൈഫ് പെർസ്പെക്റ്റീവ്. ദിവ്യമായിരിക്കുന്ന ഒരു ജീവിത ബോധം നിങ്ങളുടെ അടിയിൽ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ രോഗി സൗഖ്യമാകുമ്പോഴല്ല. പിന്നെ പറഞ്ഞേ, ഓ പ്രൈസ് ദി ലോർഡ്. ഒരു ഭാവി മാനസാന്തരം. ദാറ്റ് ഈസ് ദ ലൈഫ് പെർസ്പെക്റ്റീവ് ഓഫ് ഹെവൻ. സ്വർഗീയമായിരിക്കുന്ന ജീവിത ബോധം അതാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിടത്തോളം, മാനസാന്തരം ലഭിച്ചിടത്തോളം, ദൈവത്തിന് മകനായി തീർന്നിടത്തോളം, ദൈവത്തോട് നിനക്ക് സഹിത്വം ഉണ്ടായത്തോളം, there is nothing greater and greater and greater in life. ഇതിലും വലിയൊരു കാര്യമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിരാശയ്ക്ക് വേണ്ടി പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, don't just give up. എല്ലാം മറന്ന് വിട്ടുകളയരുത്. You have still something more that many haven't had. അനേകർക്ക് കിട്ടാത്ത ഒരു വലിയ സൗഭാഗ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. Live by the sense of worth of life. ജീവിതത്തിന്റെ മൂല്യബോധത്തിൽ നാം ജീവിക്കണം. അതേ കർത്താവ് അന്ന് തൻ്റെ അടുക്കൽ വന്ന് ന്യായം പാലിച്ചു തരാൻ ചോദിച്ചവരോട് മാത്രമല്ല, എൻ്റെ വിചാരം പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടുന്ന എല്ലാവരോടും ആണെങ്കിലും കർത്താവ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് കൺഗ്രാലേഷൻ പറഞ്ഞു. റിമെമ്പർ, ലൈഫ് ഈസ് നോട്ട് ഇൻ ഓൾ ദീസ്. ജീവിതം ഇതിനകത്തല്ല കേട്ടോ. ആ എൻട്രൻസിന് ഫസ്റ്റ് കിട്ടുന്ന ആളോടും കൺഗ്രാൽ ചെയ്ത ശേഷം അതേ പറയത്തുള്ളൂ. ഗിന്നസ് ബുക്കിൽ പേര് വന്നാലും അതേ പറയത്തുള്ളൂ. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയാലും കർത്താവ് അതേ പറയത്തുള്ളൂ. സൗന്ദര്യ മത്സരത്തിൽ ഒന്നാമത് കിട്ടിയാലും കർത്താവ് എന്ന് പറയും. Good, but life is not in these. ഇതിനകത്തല്ല ജീവിതം അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവമക്കളുടെ അകത്തെ ഉൾക്കാഴ്ചയിലേക്ക് കറങ്ങി വരണം. What is life worth? ജീവിതത്തിന്റെ മൂല്യം എന്താണ്? The purpose of life. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? പ്രസക്തി എന്താണ്? ദൈവമക്കളുടെ ഉൾബോധത്തിലേക്ക് അത് കടന്നു വരണം. The new script Jesus brought, യേശു കർത്താവ് കൊണ്ടുവന്ന ആ പുതിയ ജീവിതത്തിന്റെ നിർവചനം, ആ പുത്തൻ എഴുത്ത്.
നമ്മുടെ ഉള്ളിൽ അകത്ത് എഴുതപ്പെടണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ദിവ്യമായിരിക്കുന്ന ചില ഘടകങ്ങളുടെ പ്രാധാന്യം നമുക്ക് കിട്ടിയില്ല എങ്കിൽ വളരെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. കർത്താവ് മുമ്പോട്ട് വന്ന 21-ാം വാക്യത്തിൽ മുമ്പോട്ട് പ്രസ്താവിക്കുന്നത് നാം കാണുന്നുണ്ട്. ധനവാനായ ഒരുവനെ കുറിച്ച് പറഞ്ഞ ശേഷം ലോകത്തിലെല്ലാവരും അന്നത്തെ ലോകത്തിലെ ധനികരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണും. ദൈവനെ വിളിച്ച പേരെന്താണെന്നറിയാമോ? ഭോഷ, ഫൂൾ. Find your worth in things that belong to God. ദൈവത്തിനുള്ളതിൽ, നിന്റെ ജീവിതത്തിൽ ദൈവികമായി ലഭിച്ചിരിക്കുന്നവയിൽ നിന്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രസക്തിയെ, അന്തസ്സത്തെ കണ്ടെത്തണം. ഞാൻ പറയട്ടെ, അനേകരും ഈ ജീവിത വ്യതിയാനത്തിന് വേണ്ടി വളരെ ആഗ്രഹിക്കുന്നവരാണ്. മാറ്റം വേണം, എൻ്റെ ഈ അക്ഷമയൊന്ന് മാറണം, എൻ്റെ ഈ മുൻകോപം ഒന്ന് മാറണം, എൻ്റെ ഈ പ്രത്യേക സ്വഭാവ രീതി ഒന്ന് മാറണം, എൻ്റെ ഈ പ്രതികരണ രീതി ഒന്ന് മാറണം. ഐ വാണ്ട് ചേഞ്ച്, എനിക്ക് വ്യത്യാസം വേണം. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കെ തന്നെ അനേകരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, സ്വതസിദ്ധമായി ലഭിച്ചിരിക്കുന്ന ഈ വീണുപോയ മനുഷ്യൻ്റെ ജീവിതബോധം, ജീവിത അഭിലാഷങ്ങൾ, ഡ്രീംസ് ഓഫ് ലൈഫ്, ജീവിത സങ്കല്പങ്ങൾ, ജീവിത സ്വപ്നങ്ങൾ, അത് വിശ്വാസികളും താലോലിക്കുന്നവരാണ്. I want a better life. എനിക്കൊരു നല്ല ജീവിതം വേണം. But my life perspective is the same of the fallen man. ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ്റെ അതേ ജീവിത ബോധം തന്നെയാണ് എനിക്കും. Praise the Lord. കർത്താവ് പറഞ്ഞ എന്താ ബ്ലെസ്സഡ്നെസ്, എന്താ വാസ്തവത്തിൽ അനുഗ്രഹമായിരിക്കുന്ന, എന്താ ബ്ലെസ്സിങ്, എന്താണ് കർത്താവ് എന്താ പറഞ്ഞ? എന്താ അതിന് സംശയം? Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ. പുതിയ ജീവിതബോധമാണ്. നിന്റെ രക്ഷകൻ നിന്നോട് പറയുകയാണ്, നീ ആത്മാവിൽ ആവശ്യബോധത്തിലായിരിക്കുമ്പോൾ നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ നിന്നോട് പറയാം, യു ആർ ട്രൂലി ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയ നിർമ്മലതയുള്ളവർ ഭാഗ്യവാന്മാർ. തീർത്തും ഒരു പുതിയ നിർവചനം കർത്താവ് നൽകുകയാണ്, ജീവിതത്തിന് നൽകുകയാണ്. ഈ നിർവചനം നമ്മുടെ ജീവിതത്തിൽ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് യഥാർത്ഥ രൂപാന്തരത്തിലേക്ക് പോകുവാനായിട്ട് കഴിയൂ. അതേസമയം ഭൗതിക മനുഷ്യന്റെ നിർവചനങ്ങളുമായി നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നും ജീവിതത്തിൽ ഒരു സംഘർഷമായിരിക്കും. കാര്യങ്ങൾ പിടികിട്ടിയില്ല. അനേക വിശ്വാസികളുടെ ജീവിതം ഒരു കൺഫ്യൂഷനിലായിരിക്കുന്നതിൻ്റെ കാരണം, അവ്യക്തതയിലായിരിക്കുന്നതിൻ്റെ കാരണം, യേശുക്രിസ്തു കൊണ്ടുവന്ന ജീവിത ബോധത്തിലേക്ക് വരുന്നില്ല. ആ ദൈവിക ജീവിത ബോധത്തിൽ നാം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് വ്യക്തത ലഭിക്കുകയുള്ളൂ. ക്രിസ്ത്യ ജീവിതം വ്യക്തതയുള്ളൊരു ജീവിതമായി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഞാൻ മൂന്നാമത്തെ ഘടകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് യുവർ ന്യൂ ലൈഫ്. നിങ്ങളുടെ പുതിയ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘടകം, അനിപേക്ഷണീയമായിരിക്കുന്ന ഘടകം. നമുക്ക് ജീവിതത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ പ്രക്രിയ, നമുക്ക് വ്യതിയാനപ്പെട്ട ദൈവികമായിരിക്കുന്നൊരു ജീവിതബോധം. മൂന്നാമതുണ്ടാകേണ്ട കാര്യം, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഭക്തി ഏതിലൊക്കെയായിരിക്കുന്നു? നമുക്ക് ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞായറാഴ്ച ആരാധന പ്രധാനമാണ്, നമ്മുടെ ഇടയ്ക്കത്തെ കൂട്ടായ്മകൾ പ്രധാനമാണ്, വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ളവർക്ക് അത് പ്രധാനമാണ്, സ്ഥിരം ഉപവസിക്കുന്നവർക്ക് പ്രധാനമാണ്, രാവിലെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രധാനമാണ്. നമ്മുടെ ഭക്തി ഉൾപ്പെട്ടിരിക്കുന്ന, ഭക്തി സംബന്ധമായി നാം ഭക്തിയുമായി ബന്ധപ്പെട്ട് തിരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലാണ് തിരിക്കുന്നത്. Our singing has to do it, prayer has to do it, worship has to do it,
നമ്മുടെ ആരാധനയും പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മുടെ ഭക്തിയെ കാണുന്നത്. നമ്മുടെ അടുക്കളയുടെ ജീവിതം ഭക്തിയിൽ പെരുമോ? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ നഴ്സാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ഭക്തിക്കകത്ത് വരുമോ? നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ അത് ഭക്തിക്കകത്ത് വരുമോ? നിങ്ങൾ ഡോക്ടറാണെങ്കിൽ അത് ഭക്തിക്കകത്ത് വരുമോ? നിങ്ങളുടെ മുറി അടുക്കി വെക്കുന്ന കാര്യം ഭക്തിക്കകത്ത് വരുമോ? നിങ്ങളുടെ വേഷ സംവിധാനം ഭക്തിക്കകത്ത് വരുമോ? നിങ്ങളുടെ ബന്ധങ്ങൾ ഭക്തിക്കകത്ത് വരുന്നതാണോ? നിങ്ങളുടെ എഴുത്തും വായനയും ഭക്തിക്കകത്ത് വരുന്നതാണോ? Tell me what not that doesn't come. ഭക്തിക്കകത്ത് വരാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ബട്ട് എവിടെയോ നാം നമ്മുടെ ഭക്തിയെ അങ്ങ് സുരക്ഷിതമാക്കി കൊച്ചാക്കിയിരിക്കുക. ഇത് ഭക്തിയുടെ സമയമാണ്, ഇത് ഭക്തിയുടെ സമയമാണ്, ഇത് ഭക്തിയുടെ സമയമാണ്. അത് കഴിഞ്ഞാലോ? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ഭക്തിയുള്ള ഒരു ഡ്രൈവറാണ്. എവറിത്തിങ് ഓഫ് യുവർ ലൈഫ് കംസ് അണ്ടർ യുവർ സ്പിരിച്വാലിറ്റി. നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ ഭക്തിക്ക് അകത്ത് വരുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് കൂട്ടത്തിൽ ഒരുമിച്ച് വരാൻ നേരം മാത്രമേ യോഗങ്ങളിൽ ഭക്തിയുള്ളവർക്ക് അന്നേരം പാട്ടും ആരാധനയുമുള്ളൂ. ഹല്ലേലൂയ. കറിക്കരിയുമ്പോൾ ആരാധിക്കുന്നവരുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ ദൈവമായിട്ട് സംസർഗത്തിലായിരിക്കുന്നവരുണ്ട്. വർഷിപ്പ് ഈസ് മച്ച് ലാർജർ വേർഡ്. വളരെ വിശാലമായിരിക്കുന്ന ഒരു പദമാണ് ആരാധന. നിങ്ങൾ ഭക്തിയെ കൂടുതൽ അറിയുന്നവരും എല്ലാ ഇടങ്ങളും ഭക്തിയുടെയും ആരാധനയുടെയും ഇടങ്ങളായി തീരുകയാണ്. Everything is done before God, for God. എല്ലാം ദൈവത്തിന് മുമ്പാകെയും ദൈവത്തിനായിട്ടും ചെയ്യുന്ന കാര്യങ്ങളായിട്ട് തീരുന്നു. പക്ഷെ പലപ്പോഴും പ്രായോഗിക ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെ ഭക്തിയുമായി ബന്ധിക്കണം എന്ന് പലപ്പോഴും നമുക്ക് അറിയാതെ പോകും. ഞാൻ നിങ്ങളോട് പറയാം, ദൈവികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ബോധം, ജീവിതബോധം ദൈനംദിന പ്രായോഗിക സന്ദർഭങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. പ്രായോഗിക സന്ദർഭങ്ങളിൽ ആ ദൈവികമായിരിക്കുന്ന ജീവിതബോധം പ്രായോഗികമാക്കണം. നമ്മുടെ തൊഴിലിൽ ഭക്തി പ്രായോഗികമാക്കണം. നാം ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിൽ, ബന്ധങ്ങളിൽ, നമ്മുടെ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഭക്തി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ജീവിതബോധം പ്രായോഗികമാക്കണം. എങ്ങനെ പ്രായോഗികമാക്കാം? അതിനുള്ളൊരു പദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിസ്ഡം, വിവേകം. Converting the new perspective of life into practical situations of life. ദൈനംദിന പ്രായോഗിക ജീവിത ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതബോധത്തെ പ്രായോഗിക തലത്തിലേക്ക് മാറ്റിയെടുക്കുക. അവിടെ ഭക്തിയോടെ ആ സാഹചര്യങ്ങൾ ജീവിക്കുക. അതിന് വേണ്ട ഒരു കാര്യം വിസ്ഡം, വിവേകം. ദൈവമക്കളുടെ ദൈനംദിന ജീവിതത്തിലെ ഗൈഡൻസ്, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന മാർഗനിർദ്ദേശം ഇറ്റ്സ് എ ഗൈഡൻസ് ഓഫ് വിസ്ഡം. വിവേകത്തിന്റെ മാർഗനിർദ്ദേശമാണ്. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ, പ്രായോഗിക ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവമക്കൾ വിവേകികളായിരിക്കും. നിങ്ങൾ ദൈവഭക്തിയിൽ നടക്കുന്നു, നിങ്ങൾ ദൈവഭയത്തിൽ നടക്കുന്നു, കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിൽ നടക്കുന്നു, ദിവ്യമായിരിക്കുന്ന ജീവിതബോധം നിങ്ങളുടെ അകത്ത് കടന്നു വന്നിട്ടുണ്ടോ? ഈസ് ദ ലൈറ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ നടപ്പിൻ്റെ ആ പ്രകാശം അവിടുന്നാണോ വരുന്നത്? തെളിവ്, വാട്ട്സ് എ പ്രൂഫ്? തെളിവെന്താണ്? നിങ്ങൾക്ക് എത്രമാത്രം വിവേകമുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ പറയാം, ദ മെഷർ ഓഫ് യുവർ ഗോഡ്ലിനെസ് ഇസ് എ മെഷർ ഓഫ് യുവർ വിസ്ഡം. നിങ്ങളുടെ ഭക്തിയുടെ ഒരു തോത്, അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിവേകത്തിന്റെ അളവ്. സാമാന്യ മനുഷ്യൻ, സ്വാഭാവിക മനുഷ്യൻ അവന്റെ സാമർഥ്യം കൊണ്ട്, അവന്റെ പ്രാകൃത ബോധം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളുടെ ഇടത്തേക്ക് പോലും ഭക്തി, പ്രാർത്ഥിക്കുന്നവർ, പാടുന്നവർ, ആരാധിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ വൻപൻ പരാജയമായി തീരുന്നു. അഭക്തർ തങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം പോലും പലപ്പോഴും ഭക്തി ഉണ്ട് എന്ന് പറയുന്നവർക്ക് ആ വിസ്ഡം കിട്ടുന്നില്ല. ഹ്യൂമാൻ, നിന്റെ ഭക്തി വിവേകമായി തീരുമ്പോൾ ഭവനത്തിന്റെ നേതൃത്വം എടുക്കുവാൻ ഉള്ള വിവേകം നിനക്ക് കിട്ടും. യു ക്യാൻ ബി ലവിങ് ആസ് വെൽ ആസ് സ്ട്രിക്റ്റ്. കണ്ണുത ഉള്ളവനായും സ്നേഹിക്കുന്നവരായി ഇരുപ്പാനായിട്ട് കഴിയും. വിവേകമില്ലായിരിക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം നിലപാടുകൾ എടുക്കുമ്പോൾ വിവേകമില്ലെങ്കിൽ
നമ്മുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്ങനെ ദൈവഭക്തിയോടുകൂടി നിങ്ങളുടെ അയൽവാസിയോട് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയും? ചിലർ പറയുന്നത് ഞാൻ കോംപ്രമൈസിനൊന്നുമില്ല, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ല, വഴിക്കൊന്നും ഞാൻ വരത്തില്ല. ഭക്തിയുടെ വലിയ 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 സീൽ. പക്ഷെ വിവേകമില്ലാത്തതുകൊണ്ട് അയൽവക്കക്കാരനും പ്രാർത്ഥിക്കുന്ന ആളും തമ്മിൽ കണ്ടാൻ വേണ്ടത്തില്ല. വിസ്ഡം നിന്റെ ഭവനത്തിൽ നിന്നെ ജീവിക്കുവാൻ പ്രാപ്തനാക്കും. നിന്റെ അയൽബന്ധങ്ങളിൽ നിന്നെ വ്യത്യസ്തനാക്കും. നിന്റെ ഉദ്യോഗത്തിൽ നിന്നെ പ്രത്യേകതയുള്ളവനാക്കും. എവ്രിവെയർ യു വിസ്ഡം. നിന്റെ പരിജ്ഞാനം, ദൈവഭക്തിയുടെ ഭംഗി നിനക്ക് ജീവിതത്തിൽ നൽകുന്നു. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തെ ഒരു ദിവ്യ ജീവിതത്തിൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ. ആ ദിവ്യ ജീവിതത്തിൻ്റെ ബോധം നിങ്ങളെ ഡെയിലി വിസ്ഡം ഓഫ് ലൈഫ്, ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിത പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ആ ഭക്തന് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഡിവൈൻ വിസ്ഡം, ദിവ്യ പരിജ്ഞാനമില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതിൻ്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിന് ദിവ്യ പരിജ്ഞാനം വഴി നിങ്ങൾക്കതിൽ ഉപരിയായിട്ട് ജീവിക്കുവാനായിട്ടുള്ളൊരു ജീവിത മഹത്വമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവഭക്തന്മാരെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ കാണുമ്പോൾ, അവരുടെ ഇടപെടലുകൾ കാണുമ്പോൾ, അവരുടെ ജീവിത രീതികൾ കാണുമ്പോൾ, അവരുടെ ബന്ധങ്ങൾ കാണുമ്പോൾ, കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ, there's a beauty with it. അതിന് സൗന്ദര്യമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ജീവിതം, ഈ മനോഹരമായിരിക്കുന്ന ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത്. Be in the process of transformation. രൂപാന്തരത്തിൻ്റെ പ്രക്രിയയിൽ നമ്മൾ തുടമാനം ആയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, നടപ്പ് സംബന്ധിച്ച്, വാക്ക് സംബന്ധിച്ച്, പ്രതികരണങ്ങൾ സംബന്ധിച്ച്, ജീവിതത്തിൻ്റെ ഭാവങ്ങൾ സംബന്ധിച്ച് ചേഞ്ച് വ്യതിയാനം തുടർമാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യതിയാനം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ജീവിത ബോധം, സ്വർഗീയ ബോധം, യേശു ക്രിസ്തു കൊണ്ടുവന്ന ജീവിത ബോധം ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ ഭരിക്കും. Hallelujah. The definition of life Jesus brought. യേശു ക്രിസ്തു നമുക്ക് കൊണ്ടെത്തിച്ചു എന്ന ജീവിതത്തിൻ്റെ ആ നിർവചനം. I want to learn life from Jesus. യേശുവിൽ നിന്ന് എനിക്ക് ജീവിതത്തെ പഠിക്കണം. തൻ്റെ വചനത്തിൽ നിന്നും എൻ്റെ പഴയ മനസ്സിൻ്റെ ധാരണകൾ മാറി എൻ്റെ മനസ്സിനൊരു പുതുക്കം പ്രാപിച്ച് ദൈവഹിതത്തിൽ ജീവിതം എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയണം. പുതിയ ജീവിതബോധം. ഒടുവിലായി ആ ജീവിതബോധത്താൽ ഭരിക്കപ്പെട്ട് I want to live in wisdom. പരിജ്ഞാനത്തിൽ എനിക്ക് ജീവിക്കാം.